ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 15-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖം ആചരിക്കാനാവുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദാനധർമ്മത്തിനുമൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ യഥാർത്ഥ ഉപവാസം എന്താണെന്ന് ധ്യാനിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിലൂടെ യഥാർത്ഥ ഉപവാസത്തെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് പറയുന്നുണ്ട്. മണവാളനായ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ബന്ധങ്ങളുടെ ആഘോഷമാക്കുവാനുള്ളതാണ് ഈ ഭൂമിയിലെ ജീവിതം. ദൈവത്തോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം, പ്രകൃതിയോടുള്ള ബന്ധം, എന്നോട് തന്നെയുള്ള ബന്ധം. ഈ ബന്ധങ്ങളിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്തുവാനായിട്ട് നല്ല നിലപാടുകൾ എടുക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.